കേരളത്തിലെ, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെയും മധ്യ കേരളത്തിലെയും ഹൈന്ദവ ആരാധനാക്രമങ്ങളിൽ സവിശേഷവും പ്രധാനപ്പെട്ടതുമായ ഒരു സ്ഥാനമുള്ള ദൈവമാണ് വേട്ടക്കുരുമകൻ. പരമശിവനും പാർവതീദേവിയും കാട്ടാള രൂപം ധരിച്ചപ്പോൾ അവർക്കുണ്ടായ പുത്രനാണ് വേട്ടക്കുരുമകൻ എന്നാണ് പുരാണ പ്രസിദ്ധമായ ഐതിഹ്യം. മലബാറിലെ പ്രശസ്തമായ പല പ്രഭു കുടുംബങ്ങളുടെയും കോവിലകങ്ങളുടെയും പരദേവത കൂടിയാണ് ഈ മൂർത്തി. വേട്ടക്കുരുമകന്റെ ജനനത്തെക്കുറിച്ച് വേട്ടക്കുരുമകൻ പാട്ടിലും പുരാണങ്ങളിലും പരാമർശിക്കുന്ന കഥ ഇപ്രകാരമാണ്. അർജുനന് പാശുപതാസ്ത്രം നൽകുന്നതിനായി പരമശിവനും പാർവതിയും കാട്ടാളനും കാട്ടാളത്തിയുമായി വേഷം മാറി വനത്തിലെത്തി. ഈ കാട്ടുയാത്രയ്ക്കിടയിൽ അവർക്ക് ജനിച്ച ദിവ്യ സന്താനമാണ് വേട്ടക്കുരുമകൻ. വനവേട്ടയിൽ അതീവ സമർത്ഥനായ ഈ ബാലൻ തൻ്റെ വില്ലും അമ്പും ഉപയോഗിച്ച് കാട്ടിലെ ദുഷ്ടശക്തികളെയും മൃഗങ്ങളെയും വേട്ടയാടി ഭയരഹിതനായി വളർന്നു. പിന്നീട് അത്യുഗ്രമൂർത്തിയായ ഈ ബാലൻ ഭൂമിയിലെ മനുഷ്യർക്ക് ശല്യമായി മാറാൻ തുടങ്ങിയപ്പോൾ മഹാവിഷ്ണു ഇടപെടുകയും വേട്ടക്കുരുമകന് ഒരു ചുരിക, പ്രത്യേകതരം വാള് സമ്മാനമായി നൽകുകയും ചെയ്തു. വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം വേട്ടക്കുരുമകൻ ഭൂമിയിലെ മർത്യരെ സംരക്ഷിക്കാനായി വടക്കൻ മലബാറിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് വിശ്വാസം. വേട്ടക്കുരുമകന് പ്രധാന പ്രതിഷ്ഠയെ ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. മലബാറിലെ കോട്ടക്കൽ, നീലേശ്വരം, ബാലുശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങൾ വേട്ടക്കുരുമകൻ ആരാധനയുടെ പ്രധാന കേന്ദ്രങ്ങളാണ്. വേട്ടക്കുരുമകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമായി കരുതപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കോട്ടയാണ്. കുറുമ്പനാട് രാജാക്കന്മാരുടെ പരദേവതയായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ. നീലേശ്വരം തളിയിൽ വേട്ടക്കുരുമകൻ ക്ഷേത്രം നീലേശ്വരം രാജവംശത്തിൻ്റെ പരദേവതാ ക്ഷേത്രമാണ്. നമ്പ്യാമല വേട്ടക്കുരുമകൻ ക്ഷേത്രം നിലമ്പൂരിനടുത്തുള്ള ഈ ക്ഷേത്രവും ചരിത്ര പ്രസിദ്ധമാണ്. വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന അനുഷ്ഠാനങ്ങൾ വളരെ സവിശേഷവും ആകർഷവുമാണ്. ക്ഷത്രിയ വീര്യമുള്ള ദൈവമായതിനാൽ ശൗര്യമേറിയ വഴിപാടുകളാണ് ഇവിടെ പ്രധാനം. ഒന്നാമതായി വേട്ടക്കുരുമകൻ പാട്ടാണ്. കളമെഴുത്തും പാട്ടും എന്ന് പറയും. വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പാട്ട്. രണ്ടാമതായി തേങ്ങേറ്. വേട്ടക്കുരുമകൻ പാട്ടിൻ്റെ പ്രധാന ആകർഷണം തേങ്ങേറാണ്. ബാലുശ്ശേരി കോട്ടയിൽ 12,000 തേങ്ങയേറ് വഴിപാട് വളരെ പ്രസിദ്ധമാണ്. വിഘ്നങ്ങൾ അകറ്റാനും ശത്രുദോഷം മാറാനുമാണ് ഈ വഴിപാട് നടത്തുന്നത്. മലബാറിലെ നാടുവാഴികളും പ്രഭുക്കന്മാരും തങ്ങളുടെ യുദ്ധവിജയങ്ങൾക്കും നാടിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി വേട്ടക്കുരുമകനെ ആശ്രയിച്ചിരുന്നു. വേട്ടക്കുരുമകൻ ആരാധന കേരളത്തിലെ കാർഷിക വേട്ടയാടൽ സംസ്കാരത്തിൻ്റെ സങ്കലനമാണ്. പ്രകൃതിയോടും വനത്തോടും ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ് ഈ ദേവൻ. കേരളീയ തനിമയും തനത് അനുഷ്ഠാന കലകളും ഒത്തുചേരുന്ന ഒരു വലിയ ആരാധന സമ്പ്രദായമാണ് വേട്ടക്കുരുമകൻ്റെ. ഭക്തിയോടൊപ്പം തന്നെ കേരളത്തിലെ തനത് വാദ്യമേളങ്ങളും കളമെഴുത്ത് പോലുള്ള ദൃശ്യകലകളും സംരക്ഷിക്കപ്പെടുന്നതിൽ വേട്ടക്കുരുമകൻ പാട്ടുകളും ക്ഷേത്രോത്സവങ്ങളും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ശത്രുനാശത്തിനും ആഗ്രഹ സാഫല്യത്തിനുമായി ഇന്നും 10,000 കണക്കിന് ഭക്തർ വേട്ടക്കുരുമകനെ ഭജിച്ചു വരുന്നു.